ഹായ് ഫ്രണ്ട്സ്, ഇന്ന് താമരപ്പൂവ് കൊണ്ട് ഒരു സോപ്പ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ താമരത്തോട്ടത്തിലേക്ക് കയറി. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ താമര കൃഷിയുണ്ടോ എന്ന്. കൃഷിയൊന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ച് തൈകളേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. പുള്ളിക്ക് ഇവിടെ ടെറസിൻ്റെ മുകളിലും താഴെയുമായിട്ട് ഒരുപാട് താമര കൃഷിയുണ്ട്. നിങ്ങൾ താമര ഇഷ്ടപ്പെടുന്ന ആളാണോ? ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പനയും നടത്തുന്നുണ്ട്. നമ്പർ വേണമെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ പല നിറത്തിലുള്ള പൂക്കളുണ്ട്. ചിലതൊന്നും പൂത്തിട്ടില്ല, ഒരുപാടുണ്ടായിരുന്നു, കുറച്ചൊക്കെ നശിച്ചു പോയി. നന്നായിട്ട് ശ്രദ്ധിച്ചാലേ ഇത് പിടിച്ചു കിട്ടൂ, നല്ല വെയിലും വേണം. അപ്പോൾ സോപ്പിന് ആവശ്യമായ പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് വളരെ കാലമായി. അങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഹസ്ബൻഡ് ഒരു കെമിസ്റ്റാണ്. അപ്പോൾ വിചാരിച്ചു ഒരു കെമിസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ കാരണം. ഇപ്പോൾ കുറച്ച് ഓർഡറൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, സന്തോഷം. ഇന്ന് ചെയ്യുന്ന സോപ്പ് അനില ചേച്ചിക്ക് വേണ്ടിയുള്ളതാണ്. താമരപ്പൂവ് ഇവിടെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇതിൽ പൂവ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഒരു ഉരുളിയിലായിട്ട് വെള്ളം തിളപ്പിക്കുവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ബേസ് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി ഇറക്കി വയ്ക്കുക. ഇതിപ്പോൾ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്നായി അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നന്നായി അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് 2-3 എണ്ണം പൊട്ടിച്ചൊഴിക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം വെളിച്ചെണ്ണയും ഗ്ലിസറിനും സ്മെല്ലിന് വേണ്ടിയുള്ള ഫ്ലേവറും ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് അരിച്ചെടുത്ത താമരയുടെ നീര് ചേർക്കാം. ഓക്കെ, ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞു. മോൾഡ് നന്നായി എണ്ണ തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 6 സോപ്പാണ് ഉണ്ടാക്കുന്നത്. സോപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.